പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ഏതൻ വർക്കിറിജോ. ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ ഡിഗ്രി കഴിഞ്ഞു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം എന്ന് പറയുന്നത്, എന്നെ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ തോൽവികളിലാണ്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞാൻ എക്സാംസ് ഒരിക്കലും ഞാൻ എൻ്റെ എക്സാംസ് ഒന്നും തന്നെ ജയിച്ചിട്ടില്ല. എല്ലാം തന്നെ എക്സാം കഴിഞ്ഞിട്ട് റീടെസ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി ടീച്ചർമാരിരുത്തി എന്നെ കൊണ്ട് എഴുതിപ്പിച്ചായിരുന്നു ഞാൻ പാസ്സായിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാലും കർത്താവ് എന്നെ കൈവിട്ടില്ല. ലൈക്ക് ഈ ഓൾവേസ് ചോസ് മീ. എന്നെ എപ്പോഴും എൻ്റെ ഈശോയുടെ ഉള്ളം കയ്യിൽ തന്നെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഏതൊക്കെ മേഖലകളായിരുന്നു എനിക്ക് ഏറ്റവും താഴെ നിൽക്കുന്നത്, പക്ഷേ അവിടെ എല്ലാം കർത്താവ് എന്നെ മാക്സിമം ഉയർത്തിക്കൊണ്ട് വരാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ പൂർണ്ണ നല്ല ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നാലും കർത്താവ് എനിക്ക് തന്നിട്ടുള്ള സ്നേഹാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ എണ്ണപ്പെടാത്തതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 10ലാണേലും പ്ലസ് 2-ലാണേലും എൻ്റെ ഇപ്പോൾ ഡിഗ്രി ജീവിതത്തിലാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ഇഷ്ടം പോലെ രീതിയിൽ ഞാൻ തോറ്റിട്ടുണ്ട്. പക്ഷേ ആ തോൽവികളൊന്നും നീ ഇത് വിഷമിക്കണ്ട, നിനക്ക് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കാണെങ്കിൽ കർത്താവിനെ പ്രഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ. എനിക്ക് പണ്ടോട്ടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് രീതിയിൽ എങ്ങനെ ഞാൻ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അപ്പോഴത്തേക്കാണ് എനിക്കാണെങ്കിൽ ഓരോ രീതിയിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യുന്നോ അതെല്ലാം നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ചെയ്യാം. ഈവൻ ഇഫ് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടിക്ക് ഒരു ചെറിയൊരു സഹായം ചെയ്ത് കൊടുക്കുന്നതാണേലോ, അല്ലെ കർത്താവിന് വേണ്ടി ഒന്ന് ആടുന്നതാണേലോ, ഒരു പാടുന്നതാണേലോ, കർത്താവിന് വേണ്ടി ഒരു നാടകം അഭിനയിക്കുന്നതാണേലോ, എല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണെന്നറിയാം. സോ ആ ഒരു കാര്യം എനിക്ക് എൻ്റെ വല്ലാണ്ട് എൻ്റെ മനസ്സിലത് ഊർന്നായിരുന്നു. ഇപ്പം എനിക്ക് കർത്താവിന് വേണ്ടി ലൈക്ക് ഈവൻ ദോ ഞാനെങ്കിൽ പഠിക്കാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എനിക്കാണെങ്കിൽ വളരെയധികം ഒരുപാട് തന്നെ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ കർത്താവ് ഈ ഓൾവേസ് ഇപ്പോഴും എന്നെ എല്ലാ പരിപാടികൾക്കും എന്നെ വിളിച്ച് നീ ഇത് ചെയ്യണമെന്ന് കർത്താവ് വേറൊരാൾ വഴി എനിക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി, ഈ പിള്ളേർക്ക് വേണ്ടി എനിക്കാണെങ്കിൽ ഒരു നാടകം ചെയ്യണം, എനിക്ക് ഈ പിള്ളേർക്ക് വേണ്ടി നീ ഒരു നൃത്തം ചെയ്യണം, ഈ പിള്ളേർക്ക് വേണ്ടി നീ ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കണം എന്ന് കർത്താവ് ഓരോ ആൾക്കാരിലൂടെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ താന്നിരുന്നൊരു മേഖല എന്ന് പറഞ്ഞത് കർത്താവിന് വേണ്ടി ലൈക്ക് പള്ളിയിൽ പോക്കായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു 8-9 കാലഘട്ടങ്ങളിൽ 10ാം പഠിക്കുന്ന സമയങ്ങൾ ഞാനാണെങ്കിൽ ഒരിക്കലും പള്ളിയിൽ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ ഞാൻ എൻ്റെ +2 കഴിഞ്ഞു, 10ാം ക്ലാസ് +2 കഴിഞ്ഞു. അപ്പോഴും കർത്താവിനെ അറിയണം എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് എന്നാലും ഞാൻ ഇങ്ങോട്ട് പോകാൻ മടിക്കുമായിരുന്നു. പിന്നെ എൻ്റെ +2 കഴിഞ്ഞു. അത് ഇങ്ങനെ എൻ്റെ മാർക്ക് നല്ല ഗംഭീര മാർക്കായതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പിന്നെ ഞാൻ കർത്താവിലേക്ക് പിന്നെയും തിരിച്ചു. കർത്താവിൻ്റെ കയ്യും കാലും പിടിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്നിട്ടും കർത്താവ് എന്നെ ഉപേക്ഷിച്ചില്ല. ഞാനാണെങ്കിൽ കർത്താവിനെ എത്രത്തോളം അകലാൻ ശ്രമിച്ചിരുന്നോ അത്രയും തോളം കർത്താവിനെ കൂടെ പ്രവർത്തിച്ച് നിർത്തിയതേ ഉള്ളൂ. എനിക്ക് കിട്ടിയ വേറെ ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ബാംഗ്ലൂർ ചെല്ലുമ്പോഴത്തേക്കും ലൈക്ക് നാട്ടിൽ ഞാനാണെങ്കിൽ ഞായറാഴ്ച മാത്രമേ ഒന്ന് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ ചെന്നിട്ട് എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് വേണ്ട സമയത്ത് എനിക്കാണെങ്കിൽ കുർബാന കിട്ടുന്നുണ്ട്. അത് കർത്താവ് വന്നിരിക്കുന്ന വലിയൊരു ബ്ലെസ്സിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുർബാനയും കുമ്പസാരവും എപ്പോൾ ചെല്ലുന്നോ അപ്പം എന്നെ കുമ്പസാരിപ്പിക്കാനും എനിക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കാനും എപ്പോഴും അച്ഛന്മാരും ഈശോ എനിക്ക് വേണ്ടി അതിനുള്ള എല്ലാ കാര്യവും അപ്പം എനിക്ക് വേണ്ടി റെഡിയാക്കി വെക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കർത്താവിൻ്റെ ഒരു അനുഭവം, കർത്താവ് ഇന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള സ്നേഹം.